ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്ലാന്റാർ ഫെസൈറ്റിസ് എന്നതാണ്, അഥവാ ഉപ്പൂറ്റി വേദന. എല്ലാ ഉപ്പൂറ്റി വേദനയും പ്ലാന്റാർ ഫെസൈറ്റിസ് അല്ല, എന്നിരുന്നാലും പ്രധാനമായും പ്ലാന്റാർ ഫെസൈറ്റിസ് ആൻഡ് ആക്യുലസ് ടെൻഡനൈറ്റിസ് എന്ന കണ്ടീഷൻസിൽ ആണ് ഉപ്പൂറ്റി വേദന കണ്ടുവരുന്നത്. ആക്യുലസ് ടെൻഡനൈറ്റിസ് എന്നതിന് വേദന വരുന്നത് ഉപ്പൂറ്റിയുടെ മേൽഭാഗത്തായിട്ടായിരിക്കും. ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഏരിയയിലായിട്ടായിരിക്കും ആക്യുലസ് ടെൻഡനൈറ്റിസിന് പെയിൻ കാണപ്പെടുന്നത്. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ പ്ലാന്റാർ ഫെസൈറ്റിസ് ആണ്. ഇനി പ്ലാന്റാർ ഫെസൈറ്റിസ് എന്നാൽ എന്താണ്? പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന ഫേഷ്യയിൽ വരുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടിനെയാണ് നമ്മൾ പ്ലാന്റാർ ഫെസൈറ്റിസ് എന്ന് പറയുന്നത്. പ്ലാന്റാർ ഫേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പൂറ്റിയിലെ ബോണും നമ്മുടെ കാലിൻ്റെ വിരലുകളെയും തമ്മിൽ ചേർക്കുന്ന, അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബാൻഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ആ ബാൻഡ് ലൈക്ക് സ്ട്രക്ചറാണ് ഫേഷ്യ, പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. ആ ഫേഷ്യയിൽ വരുന്ന, അതിൽ ഉപ്പൂറ്റിയുടെ ഭാഗത്തായിട്ട് വരുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ പ്ലാന്റാർ ഫെസൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ആർക്കൊക്കെയാണ് കണ്ടുവരുന്നത്? കൂടുതലുമായും ഇത് കാണപ്പെടുന്നത് ഒരു 35-40 വയസ്സിന് മേലോട്ടുള്ളവരിലാണ്, ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവരിൽ. ഓക്കെ, ഇതിനെ പോലീസ്മെൻസ് ഹീൽ എന്നും പറയപ്പെടുന്നുണ്ട്. പ്രധാനമായും പണ്ട് കാലഘട്ടങ്ങളിൽ പോലീസുകാർ പെട്രോളിങ്ങിന് ഇറങ്ങിയിരുന്നത് ബെയർ ഫൂട്ടായിട്ടാണ്, ചെരുപ്പ് ധരിക്കാണ്ടാണ് അവർ പെട്രോളിങ്ങിന് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് അവേഴ്സ് കണ്ടിന്യൂസ് അവർ നിന്നും നടന്നുമൊക്കെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു പ്ലാന്റാർ ഫേഷ്യയിൽ കണ്ടിന്യൂസ് സ്ട്രെസ് പോകുന്നത് കൊണ്ട് തന്നെ അവിടെ പ്ലാന്റാർ ഫെസൈറ്റിസ് എന്ന കണ്ടീഷൻ വരാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അതിന് പോലീസ്മെൻസ് ഹീൽ എന്ന പേരുമുണ്ട്. അതുപോലെ ഒബിസിറ്റി, അമിതമായി ഭാരമുള്ളവരിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവരിൽ, ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിലാണ് കൂടുതലും കാണുന്നത്. കാരണം അവർക്ക് എന്താണ്, മെറ്റബോളിസം കുറവായിരിക്കും. തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവരിൽ മെറ്റബോളിസം കുറവായത് കൊണ്ട് തന്നെ പ്ലാന്റാർ ഫെസൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഡയബറ്റീസ് പേഷ്യൻസിൽ രക്തോട്ടക്കുറവ് തന്നെയാണ് കാരണം. ഡയബറ്റീസ് പേഷ്യൻസിന് രക്തോട്ടം കുറയുന്നത് കൊണ്ട് പ്ലാന്റാർ ഫെസൈറ്റിസ് ഉണ്ടാകും. അടുത്തതായിട്ട് നമ്മുടെ ഹീൽസ് യൂസ് ചെയ്യുന്നവർ, അതും ഈ സ്ട്രെയിറ്റ് കുത്തനെയുള്ള ഹീൽസ് യൂസ് ചെയ്യുന്നവരിൽ, ടൈറ്റ് ആയിട്ടുള്ള ഷൂസ് യൂസ് ചെയ്യുന്നവരിൽ, കാഫ് മസിൽസ് ടൈറ്റ് ആയതുകൊണ്ടും, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആക്യുലസ് ടെൻഡൻ്റെ ടൈറ്റ്നെസ് കാരണവും ഒക്കെ പ്ലാന്റാർ ഫെസൈറ്റിസ് വരും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? അതായത് നമുക്ക് പ്ലാന്റാർ ഫെസൈറ്റിസ് ആണ് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? പ്രധാനമായി അതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള വേദന. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് തറയിൽ കുത്താൻ ബുദ്ധിമുട്ട്. തറയിൽ കുത്തുമ്പോൾ തന്നെ ചിലർക്ക് ഈ സൂചി ഇട്ട് കുത്തുന്ന പോലത്തെ വേദനയായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, കുറേ നേരം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തറയിൽ കുത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കുറച്ച് ദൂരം ഒന്ന് നടന്നു കഴിയുമ്പോഴത്തേക്ക് ആ വേദന അങ്ങ് മാറും. അത് കഴിഞ്ഞ് അവർ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് നേരം വർക്കൊക്കെ കഴിഞ്ഞ് നടക്കുമ്പോൾ പെയിൻ ഉണ്ടാവില്ല. എവിടെയെങ്കിലും ഇരുന്നതിന് ശേഷം പിന്നെ എഴുന്നേൽക്കുമ്പോൾ ആ വേദന വരുന്നു. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്ലാന്റാർ ഫെസൈറ്റിസ് ആണ്. എന്തുകൊണ്ട് രാവിലെ വേദന? രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ എന്തുകൊണ്ട് വേദന എന്ന് ചോദിച്ചാൽ, രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി ഒരു 5 to 6 അല്ലെങ്കിൽ 6 to 8 hours ഒക്കെ ഉറങ്ങുന്ന സമയത്ത് ഈ പേശികൾ, ഈ പ്ലാന്റാർ ഫേഷ്യയും അതിന് ചുറ്റുമുള്ള എല്ലാ പേശികളും മുറുകിയിരിക്കുകയായിരിക്കും. പെട്ടെന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് വലിയുന്നത് കാരണം, ഇതിൻ്റെ സ്ട്രെച്ച് കാരണമാണ് അനുഭവപ്പെടുന്നത്, ഈ കുത്തി വലിക്കുന്ന പോലത്തെ വേദന അനുഭവപ്പെടുന്നത്. ഓക്കെ, അതുമാത്രമല്ല കണ്ടിന്യൂസ്ലി നിൽക്കുമ്പോൾ കുറേ നേരം നിന്നിട്ട് കുറച്ചൊന്ന് ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ എഗെയിൻ പെയിൻ ഫീൽ ചെയ്യുന്നു. അതുപോലെ ഈ പ്ലാന്റാർ ഫേഷ്യ, ഈ ഫേഷ്യയുടെ ഈ പെയിനുള്ള ഈ ഒരു ഏരിയയിൽ നമ്മളിങ്ങനെ കൈവച്ച് അമർത്തി തൊടുമ്പോൾ, ഈ ഫേഷ്യയിൽ നമ്മൾ കൈവച്ചിങ്ങനെ പെയിനുള്ള ഏരിയയിൽ നമ്മൾ അമർത്തി തൊടുമ്പോൾ സഹിക്കാൻ പറ്റാത്ത അസഹനീയമായ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്ലാന്റാർ ഫെസൈറ്റിസ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായും പ്ലാന്റാർ ഫെസൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായി ഇതിൻ്റെ വേദന മാറ്റാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നതാണ്. പ്രധാനമായും വീട്ടിനുള്ളിലും ചപ്പൽസ് യൂസ് ചെയ്യുക. MCR ചപ്പൽസ്, മൈക്രോ സെല്ലുലാർ റബ്ബർ ഉപയോഗിച്ചുള്ള ചപ്പൽസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പുറത്ത് പോകുമ്പോൾ ഷൂസ് ധരിക്കുന്നവരാണ് എങ്കിൽ ഉള്ളിൽ സിലിക്കോൺ ഇൻസോൾസ്, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ സിലിക്കോൺ ഇൻസോൾസ് വാങ്ങി ഇൻസേർട്ട് ചെയ്യുക. ഷൂസിനുള്ളിൽ അത് ഇൻസേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ ചൂടും ഐസും, ചൂടുവെള്ളം ഒരു പാത്രത്തിലെടുക്കുക, ഐസ് അത്യാവശ്യം തണുത്ത വെള്ളം ഒരു പാത്രത്തിലെടുക്കുക. ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലുമായിട്ട് കാല് മാറി മാറി മുക്കുന്നതും നല്ലതാണ്.
അതുപോലെ കണ്ടിന്യൂസ്ലി നിന്നുള്ള ജോലികൾ അവോയ്ഡ് ചെയ്യുക. ഏറെക്കുറെ അതിന് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക. ഇപ്പോൾ അടുക്കളയിൽ കണ്ടിന്യൂസ്ലി നിന്ന് ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ കിച്ചണിൽ എപ്പോഴും ഒരു ചെയർ കരുതിയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ജോലി ചെയ്യുക. ഓക്കെ, അത് പ്രധാനമായി ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഇതിൽ നിന്നുമെല്ലാം പൂർണ്ണമായും ഒരു മാറ്റം നമുക്ക് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അടുത്തത് ഇതൊന്നും കൂടാതെ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. മുറുകിയിരിക്കുന്ന ഫേഷ്യനെ ഒന്ന് വലിച്ചു നീട്ടാനായിട്ടുള്ള എക്സസൈസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതോടൊപ്പം തന്നെ ഒരു ഫിസിയോതെറാപ്പി സൂപ്പർവിഷൻ്റെ അണ്ടറിൽ ഇലക്ട്രോതെറാപ്പി ട്രീറ്റ്മെൻറ്റും എക്സസൈസ് തെറാപ്പിയുമായിട്ട് ചെയ്തു പോകുന്നത് ഈ വേദന മാറ്റാൻ വളരെ ഫലപ്രദമാണ്. അടുത്തതായി നമുക്ക് എന്തൊക്കെ എക്സസൈസുകൾ ചെയ്യാമെന്നതാണ്. പ്രധാനമായും ചെയ്യേണ്ടത് സ്ട്രെച്ചിങ് ആണ്. ഓക്കെ, അതായത് ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ടവലോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടന്റെ ഷോളോ എടുക്കുക, കാലിൽ ഇതുപോലെ പ്ലേസ് ചെയ്യുക, മുറുക്കി വലിക്കുക. ഉള്ളിലോട്ട് വലിക്കുമ്പോൾ 5 സെക്കൻഡ് അത് പിടിച്ചു നിർത്തണം. ആ സ്ട്രെച്ച് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുകയും അങ്ങനെ 5 മുതൽ 10 പ്രാവശ്യം അറ്റ് എ ടൈം ചെയ്യണം. ഇത് പ്രധാനമായും രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ബെഡിനടുത്തായിട്ട് ഈ ഷോൾ ഒന്ന് പ്ലേസ് ചെയ്തിരിക്കുക. എപ്പോഴും എന്നും രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഇതൊന്ന് ചെയ്തതിന് ശേഷം കാല് താഴെ ഊന്നി എഴുന്നേൽക്കാൻ ശ്രമിക്കാം. അതുപോലെ രാത്രി കിടക്കുന്നതിന് മുന്നേയും രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നതിന് തൊട്ട് മുന്നേയുമായിട്ട് ഈ ഒരു സ്ട്രെച്ച് ഡെയിലി നമ്മളൊരു റൂട്ടീനായി കൊണ്ടുപോവുക. ഓക്കെ, 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 5 മുതൽ 10 പ്രാവശ്യം ചെയ്യുക. സ്റ്റാർട്ടിങ് ഒരു 5 കൗണ്ട് ഒക്കെ ചെയ്താൽ മതി. ഒരു 1 to 2 വീക്സ് കഴിഞ്ഞതിന് ശേഷം മെല്ലെ 10 ആക്കുക. ഓക്കെ, അടുത്തതായി ഒരു ടെന്നീസ് ബോൾ എടുത്ത് കാലിനടിയിലായിട്ട് ഇതുപോലെ പ്ലേസ് ചെയ്ത് റോൾ ചെയ്യുക. അത് 10 മുതൽ 20 കൗണ്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മുടെ കാലിന്റെ വിരലുകളെല്ലാം ഇങ്ങനെ അകത്തി കൊടുക്കുക. അതും 10 പ്രാവശ്യം, 10 മുതൽ 15 കൗണ്ടോളം ചെയ്യാം. ഓക്കെ, അടുത്തതായി ഒന്നുകിൽ പേപ്പർ റോൾ ചെയ്തെടുക്കുക, കുഞ്ഞായിട്ട് പേപ്പർ റോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മുട്ടെടുക്കാം, അല്ലെങ്കിൽ ഗോലി, അങ്ങനെ എന്തെങ്കിലും എടുക്കുക. കാലിന്റെ വിരലുകൾ കൊണ്ട് ഇതിനെ പിക്ക് ചെയ്തെടുക്കുകയും മറ്റൊരു കപ്പിലോട്ടോ അല്ലെങ്കിൽ ബൗളിലോട്ടോ പ്ലേസ് ചെയ്യണം. ഓക്കെ, അടുത്തതായി ഗ്രേറ്റ് ടോ എക്സ്റ്റൻഷൻ ആണ്. നമ്മുടെ പെരുവിരൽ പിടിച്ചുകൊണ്ട് സ്ട്രെച്ച് ചെയ്യണം. ഇതും എന്ത് ചെയ്യണം, ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുകയും അങ്ങനെ 10 മുതൽ 15 പ്രാവശ്യം ചെയ്യുകയും വേണം. ഓക്കെ, അടുത്തതായി ഒരു കസേരയിൽ ഇരിക്കുക. 2 കാലിന്റെയും ഉപ്പൂറ്റി താഴെ ഊന്നിക്കൊണ്ട് കാലിന്റെ ഉപ്പൂറ്റി താഴെ ഊന്നിക്കൊണ്ട് കാലെന്ത് ചെയ്യണം, ഇങ്ങനെ ഉയർത്തണം. ഇത് ഒരു 5 മുതൽ 10 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, അതുപോലെ തിരിച്ച് കാലിന്റെ വിരലുകൾ ഊന്നിക്കൊണ്ട് ഉപ്പൂറ്റി ഉയർത്തുക. ഇതും ഒരു 5 മുതൽ 10 കൗണ്ട് ചെയ്യുക. ഓക്കെ, അടുത്തതായി കാലിന്റെ ആംഗിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതൊരു 10 പ്രാവശ്യം. ഇതെല്ലാം ഡെയിലി ഒരു 2 to 3 കൗണ്ടോളം ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തതായി ഒരു ടവൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കോട്ടന്റെ പീസോ എന്തെങ്കിലും എടുക്കുക, തറയിൽ വിരിക്കുക. കാലുകൊണ്ട് ഇതിനെ ഇങ്ങനെ പിക്ക് ചെയ്യാനോ, കാലിന്റെ ടോസ് കൊണ്ട് വിരലുകൾ കൊണ്ട് പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ വാളിൽ ഈ ഒരു പൊസിഷൻ, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ വാളിൽ 2 കൈയും അമർത്തി നിൽക്കുക. ഒരു കാല് ഫ്രണ്ടിലോട്ട് വെക്കുക. നമ്മൾ വാൾ പുഷപ്സ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ടിലോട്ട് കാല് മൂവ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഉപ്പൂറ്റി ഉയരാൻ പാടില്ല ഈ എക്സസൈസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇത് ഇത്രയുമാണ് പ്രധാനമായും നമ്മൾ പ്ലാന്റർ എക്സസൈസിന് ചെയ്യേണ്ട എക്സസൈസുകൾ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.